500 ഹൊസാങ് 18 ഇതൊരു ഇൻ്റർ കോണ്ടിനെൻ്റൽ മിസൈലാണ്. നമ്മുടെ കൊറിയയുടെ കിം ജോൺ ഉൻ അളിയൻ വികസിപ്പിച്ചെടുത്ത ഏറ്റവും മാരകമായ ബാലിസ്റ്റിക് മിസൈൽ ഒന്നാണ് ഈ മിസൈൽ. ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ആധുനികമായ സോളിഡ് ഫ്യൂവൽ ICBM സാങ്കേതിക വിദ്യയാണ്. 2023 ഇതാദ്യമായി കിം ജോൺ ഉൻ പരീക്ഷിച്ചത്. അന്ന് പരീക്ഷിച്ചപ്പോൾ ഇത് 15,000 കിലോമീറ്റർ വരെ ലാൻഡ് ടു ലാൻഡോ അതല്ല ലോഞ്ച് ചെയ്യുന്നത് സീയിൽ നിന്നാണെങ്കിൽ കടലിൽ നിന്നും കരയിലേക്കോ സഞ്ചരിക്കാനുള്ള വളരെ കൃത്യമായ ദൈർഘ്യം പൂർണ്ണമായും വിജയകരമായും പരീക്ഷിച്ചതാണ് ഈ ഇൻ്റർ കോണ്ടിനെൻ്റൽ മിസൈൽ, അതായത് 500 ഹൊസാങ്. ഈ 500 ഹൊസാങ് എന്ന് പറയുന്ന ഇൻ്റർ കോണ്ടിനെൻ്റൽ മിസൈൽ അതുണ്ടെങ്കിൽ അമേരിക്കയിലെ ഏത് സൈനിക താവളത്തിനെയും ഇസ്രയേലിൻ്റെ ഏത് സൈനിക താവളത്തിനെയും വളരെ കൃത്യമായി പ്രിസിഷനോടെ ഇറാന് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഈ മിസൈലുകൾ. ഇതുപോലത്തെ 500 മിസൈലുകൾ കിം ജോൺ ഉൻ ഇറാന് കൈമാറിയിട്ടുണ്ടെന്നും അത് വളരെ കൃത്യമായി രഹസ്യ സങ്കേതങ്ങളിൽ അതിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെന്നും അതിൻ്റെ സോഴ്സോ അതിൻ്റെ ലോഞ്ചറുകളോ ഒന്നും അമേരിക്കൻ ഇസ്രയേലിൽ ചാരക്കണ്ണുകൾക്കൊന്നും കണ്ടുപിടിക്കാനായിട്ടില്ലെന്നും ഉള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്നത്തെ യുദ്ധത്തിൽ ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 500 ഹൊസാങ് ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് ഇതൊരു പ്രഭാതം കൊണ്ട് കിം ജോൺ ഉൻ കൊടുത്തതല്ല. ഇതിൻ്റെ ചർച്ചകളൊക്കെയും ഏതാണ്ട് 2 വർഷം കൊണ്ട് ആണിത് പൂർത്തിയായതെന്നും 2025 ഇത് ഭൂഗർഭ അറകളിലേക്ക് വളരെ സവിശേഷമായ രീതിയിൽ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുകയും ഇത് ശേഖരിച്ചു വച്ചിരിക്കുകയും ചെയ്യുകയാണ്. കരമാർഗമുള്ള വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടെറൈനുകളിൽ ഇറാന് ഇത് കൃത്യമായി മൂവ് ചെയ്യാനും റോഡ് മാർഗം എത്തിക്കാനും വളരെ കൃത്യമായി ഇത് ആക്രമിക്കാനും ഏത് സ്ഥലങ്ങളെയും കീഴ്പ്പെടുത്താനും കഴിയുമെന്നുള്ളതാണ് ഹൊസാങ് 18 ഈ മിസൈലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. JCPO എന്ന് പറയുന്ന ഒരു കരാർ 2018 കിം ജോൺ ഉന്നുമായി ഇറാൻ ഉണ്ടാക്കിയിരുന്നു. ഈ കരാറുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ഇത്തരത്തിലുള്ള ആയുധ കൈമാറ്റങ്ങളൊക്കെയും ഈ പറഞ്ഞതുപോലെ നടന്നതും. ഇത് കിം ജോൺ ഉൻ തന്നെ ഒരു പ്രദർശന പരിപാടിയിൽ ഈ 15,000 കിലോമീറ്റർ വരെ ലക്ഷ്യം ഭേദിക്കുന്ന കൃത്യമായി ഇതിനെ പ്രയോഗിക്കുകയും ചെയ്തു. ഇത് ടെല്ലവീവിലെ ഏത് സ്ഥലത്തേക്കും മിഡിൽ ഈസ്റ്റിലെ എല്ലാ അമേരിക്കൻ താവളങ്ങളിലേക്കും യൂറോപ്യൻ നാറ്റോ തലസ്ഥാനങ്ങളിലേക്കും ഭൂഖണ്ഡാന്തര സ്ഥലങ്ങളിലേക്കുമൊക്കെ എത്തിച്ചേരുന്നതിന് ഇത് വളരെ ഉപകാരപ്രദമായ വളരെ സവിശേഷമായൊരു ആയുധമാണ്. ഇതുവരെ ഇറാൻ ഈ ഹൊസാങ് 18 എന്ന് പറയുന്ന ഇൻ്റർ കോണ്ടിനെൻ്റൽ മിസൈൽ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അത് കയ്യിലുള്ളതിൻ്റെ ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കരുത്തോ ആണ് ഇറാൻ പലപ്പോഴും അടിക്കാൻ വാ തിരിച്ചടി കണ്ടോ എന്ന് പറയുന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, നാറ്റോ രാജ്യങ്ങൾ പോലും ഇതിൻ്റെ നെറ്റ്വർക്ക് പരിധിയിൽ വരുന്നത് കൊണ്ടാണ് പലപ്പോഴും നാറ്റോ രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് അകലം പാലിക്കുന്നത് എന്നുമാണ് പറയപ്പെടുന്നത്. എന്നുവെച്ചാൽ ഇറാനെ ഒറ്റപ്പെടുത്തി അവർക്ക് എല്ലാതരം ഉപരോധവും ഏർപ്പെടുത്തി അവരെ അങ്ങ് നശിച്ച ഒരു രാജ്യമാക്കി മാറ്റി അവരെ എല്ലാ അർത്ഥത്തിലും തള്ളിക്കളഞ്ഞ് ഒരു കാരണവശാലും മുഖ്യധാരയിലേക്ക് അടുപ്പിക്കാതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സാങ്കേതികവിദ്യ കൈമാറ്റമോ ബാക്കിയുള്ള കാര്യങ്ങളോ സുതാര്യമായ കരാറുകളോ ഒന്നും ലോകത്താരും പരിശോധിക്കപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. അത്രമേൽ ആയുധം കയ്യിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് കൂടിയാണ് അതെന്തെങ്കിലും കാലത്ത് തങ്ങൾ കാണിക്കുന്ന അനീതിക്കെതിരെ മിഡിൽ ഈസ്റ്റിൽ പശ്ചിമേഷ്യയിൽ ഇറാൻ ഇത് പ്രയോഗിക്കുമോ എന്നുള്ളത് കൊണ്ടുകൂടിയാണ് വളരെ പെട്ടെന്ന് മച്ചമ്പിയും ഈ പറയുന്ന ആളും കൂടി ചേർന്ന് ഈ ആക്രമണം നടത്തിവിട്ടത്. പക്ഷേ ആ ആക്രമണം ചെന്നെത്തി നിൽക്കുന്നത് ഇതൊരു ഭീകരമായ അവസ്ഥയിലേക്കാണ്. ഒരു തരത്തിലും നിൽക്കക്കള്ളി ഇല്ലാതെ വരുമ്പോൾ അണുബോംബ് പോലും പ്രയോഗിച്ചേക്കും എന്ന് പറഞ്ഞാണ് ഈ ട്രംപിൻ്റെ ഭരണകൂടത്തിൽ നിന്ന് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു സമിതിയിൽ നിന്ന് വളരെ കൃത്യമായി ഒരാൾ രാജിവെച്ച് പുറത്തിറങ്ങിയത്. ഇപ്പോഴത്തെ സ്ഥിതി കണ്ടിട്ട് ഈ അന്വേഷണവും തിരച്ചിലും ഒക്കെ നടത്തുന്നതിന് വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തുമ്പോഴും വിമാനവും പൈലറ്റുമൊക്കെ ദുരൂഹതയിലായിരിക്കുകയും ഇത്തരം ഈ ഇൻ്റർ കോണ്ടിനെൻ്റൽ ഹൊസാങ് 18 പോലെ 10,000-15,000 കിലോമീറ്റർ വരെ പോകുന്ന ഈ ഇൻ്റർ കോണ്ടിനെൻ്റൽ മിസൈലുമൊക്കെ വളരെ മാരകമായ യുദ്ധതാണ്ഡവമൊരുക്കുന്നതിന് ഇറാന് മതിയാകുന്നതാണ് എന്നാണ് ഇത് വിശദീകരിക്കുന്നവർ പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ ഹൊസാങ്ങിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഈ കൊറിയൻ സൈറ്റിൽ വളരെ കൃത്യമായി കൊടുത്തിട്ടുമുണ്ട്.